അമേരിക്ക ഗ്രീൻലാൻഡിനായി പിടിമുറുകുമ്പോഴും അവകാശവാദം ഉന്നയിക്കുമ്പോഴും രണ്ടാം ലോക മഹായുദ്ധത്തിൽ മേൽക്കൈ നേടിയെടുക്കുവാൻ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് സഹായകരമായ ഒരു കാര്യം ഇപ്പോൾ ചർച്ചയാവുകയാണ്. നിങ്ങൾ അറിയുന്നതുപോലെ ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് എന്ന രാജ്യത്തിന്റെ ഭാഗമാണ്. ഡെൻമാർക്ക് നാസി ജർമ്മനിയുടെ അധീനതയിലായപ്പോൾ ഗ്രീൻലാൻഡിനെ സംരക്ഷിച്ചത് അമേരിക്കയാണെന്നും പിന്നീട് ഒരു ഡിമാൻഡും ഇല്ലാതെ തിരികെ നൽകിയെന്നും ട്രംപ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. ഈ പരാമർശത്തിൽ ട്രംപ് മറച്ചുവെച്ചൊരു കാര്യമാണ് ഗ്രീൻലാൻഡ് ഇപ്പോൾ പ്രതിരോധമായി ഉയർത്തുന്നത്. ഗ്രീൻലാൻഡിന് സംരക്ഷണം നൽകിയതിന് ഒപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയ അപൂർവ ധാതുവായ ക്രയോലൈറ്റ് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ലഭിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾക്ക് വിജയം നേടിക്കൊടുത്ത പല ഘടകങ്ങളിൽ പ്രധാനമായ ഒന്നാണ് വ്യോമ മേധാവിത്വം. ആകാശത്ത് ആധിപത്യം നേടിയതോടെ അച്ചുതണ്ട് ശക്തികൾ പിന്നോട്ടടിച്ചു. സഖ്യകക്ഷികളുടെ ഈ വ്യോമ മേധാവിത്വത്തിന് യുദ്ധവിമാനങ്ങൾ വലിയ തോതിൽ നിർമ്മിക്കുവാനായി ഗ്രീൻലാൻഡിലെ ക്രയോലൈറ്റ് സഹായിച്ചിട്ടുണ്ട്. കാരണം വിമാനങ്ങൾ ഉണ്ടാക്കുവാൻ ആവശ്യമായ പ്രധാന ലോഹമാണ് അലുമിനിയം. ഭാരം കുറഞ്ഞതും ശക്തവുമായ അലുമിനിയം ഇല്ലാതെ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം അസാധ്യമാണ്. ആ അലുമിനിയം ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായ പ്രധാന ഘടകമായിരുന്നു ക്രയോലൈറ്റ്. അത് മതിയായ അളവിൽ ലഭ്യമായിരുന്ന ഒരേ ഒരു സ്ഥലം തെക്കു പടിഞ്ഞാറൻ ഗ്രീൻലാൻഡിലെ ഇവിറ്റ്യൂട്ട് എന്ന ചെറിയ പട്ടണത്തിൽ മാത്രമായിരുന്നു. ശാസ്ത്രീയമായി സോഡിയം ഹെക്സാ ഫ്ലൂറോ അലുമിനേറ്റ് എന്നറിയപ്പെടുന്ന ഒരു അപൂർവ ധാതുവാണ് ക്രയോലൈറ്റ്. ഐസ് പോലെ നിറമില്ലാത്തത് പക്ഷെ വെളുത്തതായി തോന്നുന്ന ഈ ക്രയോലൈറ്റിന്റെ പേര് തന്നെ ഗ്രീക്ക് ഭാഷയിലെ മഞ്ഞ എന്നർത്ഥമുള്ള ക്രയോസ് എന്ന വാക്കും കല്ല് എന്നർത്ഥമുള്ള ലിത്തോസ് എന്ന വാക്കും സംയോജിച്ചുണ്ടായതാണ്. ഹാൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ അലുമിനിയം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ബോക്സൈറ്റിന്റെ ദ്രവണാങ്കം കുറയ്ക്കുന്ന ഫ്ലെക്സൈഡാണ് ക്രയോലൈറ്റ് ഉപയോഗിച്ചത്. ക്രയോലൈറ്റ് ഉപയോഗിച്ചതിലൂടെയാണ് വലിയ തോതിൽ അലുമിനിയം വേർതിരിച്ചെടുക്കുവാനായി അമേരിക്കയ്ക്ക് കഴിഞ്ഞത്. ക്രയോലൈറ്റ് ധാതു കൊണ്ട് സമ്പന്നമായിരുന്ന ഗ്രീൻലാൻഡിലെ ഇവിറ്റ്യൂട്ട് പട്ടണം പ്രകൃതിദത്തമായ ക്രയോലൈറ്റ് ഖനികളുടെ കേന്ദ്രമായിരുന്നു. 1854 മുതൽ 1987 വരെ ഇവിടെ ഇതിന്റെ ഖനനം വൻതോതിൽ നടന്നു വന്നു. ഡെൻമാർക്കിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ഖനികളുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം പ്രഗമനം കൊണ്ടതോടെ ഈ പ്രദേശം സഖ്യകക്ഷികൾക്ക് തന്ത്രപ്രധാനമായി സ്ഥലമായി തീർന്നു. 1940 ഏപ്രിലിൽ ആണ് നാസി പട്ടാളം ഡെൻമാർക്കിനെ ആക്രമിച്ചത്. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻലാൻഡിന്റെ സുരക്ഷയും ക്രയോലൈറ്റ് വിതരണവും ഹിറ്റ്ലറിന്റെ കൈകളിൽ എത്തുമെന്നുള്ള ആശങ്ക ഉണ്ടായി. ആ പ്രദേശത്ത് നാസി സൈനിക വിന്യാസം നടത്തിയാൽ സഖ്യകക്ഷികളുടെ അലുമിനിയം നിർമ്മാണവും അതുവഴിയുള്ള യുദ്ധവിമാന നിർമ്മാണവും തകരുമെന്ന ആശങ്ക ശക്തമായി. ഈ സാഹചര്യത്തിൽ ഡാനിഷ് പ്രധാനമന്ത്രിയായിരുന്ന ഹെൻറിക് കോഹ്മാനും US സ്റ്റേറ്റ് സെക്രട്ടറി കോഡൽ ഹളും 1941 ഏപ്രിൽ 9 ഗ്രീൻലാൻഡ് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം ഗ്രീൻലാൻഡിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം സ്ഥാപിക്കുവാനും ദ്വീപിനെ പ്രതിരോധിക്കുവാനും അമേരിക്കയ്ക്ക് അധികാരം ലഭിച്ചു. ഇതൊരു സുരക്ഷാ കരാറായി നിലവിൽ വന്നുവെങ്കിലും സഖ്യകക്ഷികളുടെ യഥാർത്ഥ ലക്ഷ്യം വിമാന നിർമ്മാണത്തിന് അത്യാവശ്യമായ ക്രയോലൈറ്റിന്റെ ലഭ്യത തടസ്സമില്ലാതെ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. അമേരിക്ക ഗ്രീൻലാൻഡിൽ നൂറുകണക്കിന് സൈനികരെ വിന്യസിച്ചു. ഇവിറ്റ്യൂട്ടിൽ ഖനികൾ സംരക്ഷിക്കുവാൻ അമേരിക്കൻ നാവികസേന ബ്ലർ വെസ്റ്റ് 7 എന്ന നാവിക താവളം സ്ഥാപിച്ചു. കോസ്റ്റ് ഗാർഡ് സൗകര്യങ്ങളും തോക്കുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കി. ഇതിന്റെ ഫലമായി യുദ്ധകാലത്ത് ക്രയോലൈറ്റ് കയറ്റുമതി തടസ്സമില്ലാതെ നടന്നു. അലുമിനിയം ഉരുക്കലിനും വിമാന നിർമ്മാണത്തിനുമായി 1942 മാത്രം 86,000 ടൺ ക്രയോലൈറ്റ് അമേരിക്കയിലേക്കും കാനഡയിലേക്കും കയറ്റുമതി ചെയ്തു. വിമാന നിർമ്മാണ കണക്കുകൾ മാത്രം നോക്കുമ്പോൾ ഈ ധാതുവിന്റെ പ്രാധാന്യം മനസ്സിലാകും. 1942 ജർമ്മനിയും ജപ്പാനും ചേർന്ന് ഏകദേശം 25,000 വിമാനങ്ങൾ നിർമ്മിച്ചപ്പോൾ US മാത്രം നിർമ്മിച്ചത് 47,000-ലധികം യുദ്ധവിമാനങ്ങളാണ്. ഉയർന്ന അലുമിനിയം ഉൽപാദനം സാധ്യമാക്കിയ ക്രയോലൈറ്റിന്റെ ലഭ്യതയായിരുന്നു ഈ ഭീമമായ ഉൽപാദനത്തിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ വിജയത്തിൽ ഒരു പങ്ക് ഗ്രീൻലാൻഡിന്റെ ക്രയോലൈറ്റ് നിക്ഷേപം വഹിക്കുന്നുവെന്ന് വേണം പറയുവാൻ. യുദ്ധങ്ങൾ വിജയിക്കുവാൻ മുന്നണിയിലെ പോരാട്ടങ്ങൾ മാത്രമല്ല, അതിന് ശക്തി പകരുന്ന വിഭവങ്ങളുടെയും സാങ്കേതികതയുടെയും ധാതുക്കളുടെയും പിന്തുണ പിന്നിൽ നിന്ന് ഉണ്ടാവണം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ഏറ്റവും വലിയ ശക്തിയായി തീർന്നതിന് പിന്നിൽ അവരുടെ വ്യോമശക്തിയാണെങ്കിൽ അതിനുള്ള വിഭവം ഒരുക്കിക്കൊടുത്തത് ഗ്രീൻലാൻഡിലെ ഇവിറ്റ്യൂട്ട് എന്ന പട്ടണമാണ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ചൂടുപിടിക്കുമ്പോൾ അത് പുതിയൊരു പ്രഖ്യാപനമല്ല. 1946 ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങുവാൻ US തയ്യാറായതാണ്. പക്ഷെ ഡെൻമാർക്ക് അതിന് വഴങ്ങിയില്ല. 1949 മുതൽ ഗ്രീൻലാൻഡ് നാറ്റോ സംരക്ഷണത്തിലായി. നാറ്റോയിൽ US ഡെൻമാർക്കും ഒരേപോലെ അംഗങ്ങളാണ്.
ഇന്ന് US തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായി ഗ്രീൻലാൻഡ് മാറിയിരിക്കുന്നു. അമേരിക്കൻ ഭൂഖണ്ഡത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപ് എന്ന നിലയിൽ ചൈന അല്ലെങ്കിൽ റഷ്യ അവിടെ ആധിപത്യം സ്ഥാപിച്ചാൽ US അത് വലിയ വെല്ലുവിളിയാകും. ഗ്രീൻലാൻഡിൽ നിന്ന് രണ്ടാം ലോക മഹായുദ്ധാനന്തരം US പിന്മാറിയെങ്കിലും തുലെ എയർബേസിൽ US തുടർന്നു. ഇപ്പോൾ അതൊരു സ്പേസ് ബേസ് ആണ്. ഗ്രീൻലാൻഡ് ഇന്നും പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും അപൂർവ ധാതുക്കൾ കൊണ്ടും സമ്പന്നമാണ്. അനേക ഗവേഷണങ്ങളും ഉൽപാദനവും നടത്തുന്ന രാജ്യമെന്ന നിലയിൽ ഇത്തരം ധാതുക്കൾ കൊണ്ട് US പ്രയോജനമുണ്ട്. US അത് വിനിയോഗിച്ചില്ലെങ്കിൽ ഇതേ രീതിയിൽ നിർമ്മാണം നടത്തുന്ന ചൈനയും റഷ്യയും അവിടേക്ക് കയറി പറ്റുവാൻ ശ്രമിക്കും. ഇതാണ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത്. ഗ്രീൻലാൻഡിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഇന്നവർ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലാണ്. ഒരു പങ്ക് ആളുകൾ US കൈമാറ്റം ചെയ്യപ്പെടുന്നത് എതിർക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ അതിനെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ഡെൻമാർക്കിന് വലിയ പ്രതിഫലം നൽകാൻ US തയ്യാറാണ്. പക്ഷേ ഡെൻമാർക്ക് ഇത് അഭിമാന പ്രശ്നമായി കാണുന്നു. എങ്കിൽ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുക എന്നത് അമേരിക്കയ്ക്ക് വളരെ നിസ്സാരമാണ്. ഒരിക്കൽ പിടിച്ചെടുത്താൽ ഡെൻമാർക്ക് ഉൾപ്പെടെ മറ്റുള്ള രാജ്യങ്ങൾ പ്രസ്താവനകൾ ഇറക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാനും പോകുന്നില്ല. എന്നാൽ തൽക്കാലം US അങ്ങനെ ഒന്നിലേക്ക് നീങ്ങുകയില്ല. ഈ ഭീഷണിയിലൂടെ ചൈനയുടെയും മറ്റ് വിദേശ ശക്തികളുടെയും പ്രവേശനം തടയുവാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുമുണ്ട്.